കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി ശനിയാഴ്ചത്തേക്ക് മാറ്റി. എറണാകുളം PMLA കോടതിയാണ് ഹർജി മാറ്റിയത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. കിരണിലേക്ക് എത്താം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എറണാകുളം PMLA കോടതിയാണ് ഹർജി മാറ്റിയത്. കിരൺ ചേരുന്നു. കിരൺ, വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള ഹർജിയാണ് അടുത്ത ദിവസം പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുന്നത്. ശനിയാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കാനാണ് കോടതി മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമീപിച്ചത് ഏകദേശം 164ഓളം രേഖകൾ ഇത്തരത്തിൽ പരിശോധിക്കാനുണ്ട് എന്നുള്ളൊരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചത്. ഈ രേഖകൾ ED പിടിച്ചെടുത്തതാണ്. ഇതിന്റെ എല്ലാം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിന് നേരത്തെ തന്നെ ED എതിർത്തിരുന്നു. ഇത്തരത്തിൽ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകേണ്ടതില്ല, ഈ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള പരിശോധന വേണം എന്നുള്ളൊരു കാര്യമാണ് ED പറഞ്ഞത്. ഇതിന്റെ ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസി പിടിച്ചിട്ടുള്ള രേഖകൾ ഇത് മറ്റൊരു ഏജൻസിക്ക് വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടാൻ സാധിക്കില്ല, ഇതിന് നിയമപരമായിട്ടുള്ള സാധ്യത നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു നേരത്തെ ED കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഹർജിയാണ് ഇപ്പോൾ ശനിയാഴ്ച പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് PR അരവിന്ദാസനും CK ജിൽസും, അതായത് ഈ കേസിൽ നേരത്തെ പിടിയിലായിട്ടുള്ള ഈ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കൊച്ചിയിലെ PMLA കോടതിയാണ് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ. ഇത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.